ഫസ്വല്ല, അങ്ങനെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തവൻ. പണ്ഡിതന്മാർ ഈ ആയത്ത് നൽകിയ ഒരു വിശദീകരണമാണ്. പെരുന്നാൾ നിസ്കാരം ഇതും ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല. തറാവീഹ് പോലെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളെപ്പോലെ സ്ത്രീകൾക്കും സുന്നത്തുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അതുകൊണ്ട് എല്ലാ ആളുകളും സമ്പൂർണ്ണ വിജയം. ഈ റമദാനിലെ പരിശീലന കളരിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പെരുന്നാൾ ആഘോഷത്തിലെ നിസ്കാരത്തിലും കൂടി സജീവമായി എല്ലാവരും പങ്കാളികളാകണം. ആണുങ്ങൾക്ക് ഈ നിസ്കാരം അഭികാമ്യമായിട്ടുള്ളത് മറ്റ് ഫർള് നിസ്കാരങ്ങളെപ്പോലെ, അതുപോലെ ളുഹ നിസ്കാരം പോലെ പള്ളിയിൽ വെച്ചു തന്നെയാണ്. എന്നാൽ റവാത്തിബ് സുന്നത്തുകൾ ഏറ്റവും ഉത്തമം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. വീട്ടിൽ നിസ്കരിക്കാൻ കഴിയുന്നവർ, അത് കഴിയാതെ നമ്മൾ പള്ളിയിൽ വന്ന് ജമാഅത്തിലൊക്കെ കൂടി ഇനി പൊരേ നിസ്കരിക്കാന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ നിസ്കരിക്കാതിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കലാ നല്ലത്. അല്ലാത്തവർക്ക് റവാത്തിബ് വീട്ടിൽ വെച്ചാകാം. ളുഹ അഫ്ളൽ പള്ളിയിൽ വെച്ചാണ്. അതുപോലെ പെരുന്നാൾ നിസ്കാരം ഏറ്റവും ഉത്കൃഷ്ടമായത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ്. ഇത് പറയുമ്പോൾ ഇന്ന് ചില ആളുകൾ പുതിയൊരു രീതി നടപ്പിൽ വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാര് ചില ചോദ്യങ്ങൾ ഉന്നയിക്കും. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാതെ ഈദ്ഗാഹിലേക്ക് പോയി നിസ്കരിക്കാറാണ് പതിവ് എന്നല്ലേ? അതുകൊണ്ട് ആ സുന്നത്തല്ലേ നമ്മൾ എടുക്കേണ്ടത്, നബിയുടെ സുന്നത്തിനല്ലേ മഹത്വമുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണ് അതിന്റെ മറുപടി? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റമദാനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പള്ളിയിൽ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ തറാവീഹ് നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ചില പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കാണാം പെരുന്നാൾ നിസ്കാരത്തിന് മൈതാനിയിലേക്ക് പോകുന്നു. അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്താ തെറ്റിദ്ധാരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ് എന്നവർ കരുതിപ്പോയി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മദീനയിലെ പള്ളിയിൽ നിന്ന് പെരുന്നാൾ നിസ്കരിക്കാതെ ഈദ്ഗാഹിലേക്ക് പോകാനുള്ള കാരണം നമ്മൾ ചിന്തിക്കണം. അന്ന് റസൂലുള്ള മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കുന്ന അതേ പെരുന്നാൾ നിസ്കാരം മക്കയിലെ പള്ളിയിൽ, അഥവാ മുസ്ലിങ്ങളുടെ കേന്ദ്ര മസ്ജിദായ മക്കയിൽ പള്ളിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അല്ലേ? മസ്ജിദുൽ ഹറാമിൽ അതേ പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണ് നടക്കുന്നത്. മക്കക്കാര് മൈതാനി തരിഞ്ഞു പോയിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇത് വെറും മൈതാനിയിലേക്ക് പോകുക എന്ന ശ്രേഷ്ഠത പരിഗണിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. പിന്നെ എന്തുകൊണ്ടുപോയി? മക്കയിലെ പള്ളിയെപ്പോലെ വലിപ്പമുള്ള പള്ളിയായിരുന്നില്ല അന്ന് മദീനയിലെ പള്ളി. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നാട്ടിലുണ്ടാവുന്ന ദിവസമാണ്. അന്ന് മദീനത്തെ ചെറിയ പള്ളിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? എല്ലാവർക്കും സൗകര്യമുള്ള മുസ്ലിങ്ങളുടെ അധീനതയിൽപ്പെട്ട ഈദ്ഗാഹിലേക്ക് അവരെ കൊണ്ടുപോയി. മക്കയിലെ പള്ളി എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലത ഉള്ളതുകൊണ്ട് അവിടെയുള്ളവരൊക്കെ പള്ളിയിൽ വെച്ച് തന്നെ നിസ്കരിച്ചു. അതുകൊണ്ട് സൗകര്യം പള്ളിയിലുണ്ടെങ്കിൽ അഫ്ളൽ പള്ളിയാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ നമുക്ക് നൽകിയ വിശദീകരണം. ഇനി മറ്റൊന്നുള്ളത് എന്താ? ഈദ്ഗാഹിലേക്ക് പോകൽ അതെപ്പോഴാണ് ഇനി നമുക്ക് പുണ്യമാവുക? ഒന്ന്, പള്ളിയിൽ സൗകര്യമില്ലാതിരിക്കുമ്പം. അങ്ങനെ തന്നെ പോകുമ്പം ഈദ്ഗാഹിലേക്കാവണ്ടേ പോകേണ്ടത്? ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി മുസ്ലിങ്ങളുടെ അധീനതയിലുള്ള ഒരു സ്ഥലം മാറ്റിവെച്ചാൽ അതാണ് ഈദ്ഗാഹ് എന്ന് പറയുക. അത് നമ്മളെ കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ളതായി വിവരം ഇല്ല. കർണാടകയിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഖത്തറിലും അതുപോലുള്ള ചില നാടുകളിലുമൊക്കെ ഇങ്ങനെയുള്ള ഈദ്ഗാഹ് കണ്ടിട്ടുണ്ട്. ആ ഈദ്ഗാഹ് അതിനുവേണ്ടി മുസ്ലിങ്ങളാൽ മാറ്റിവെക്കപ്പെട്ട മതിലൊക്കെ കെട്ടി അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ നമ്മളെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ഈദ്ഗാഹില്ല. നമ്മളെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണ്? അത് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി പണ്ടൊരാള് പഞ്ചസാരയുടെ ചാക്കിൽ ഒരു ബോർഡ് വെച്ചു, ഇത് കുരുമുളകാകുന്നു. ഇതുപോലെയുള്ള ഒരു ബോർഡ് പെരുന്നാളിന്റെ അന്ന് രാവിലെ ഇറങ്ങുമ്പം നമ്മളെ ഈ പോത്തിന് കെട്ടുന്ന മൈതാനിയിൽ കാണുകയാണ്. കുറുക്കന്മാര് ഓരിയിടുന്ന വയലോലകളിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണുക, ഈദ്ഗാഹ്, KNM ഈദ്ഗാഹ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു പാടത്ത് കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചാൽ അത് ഈദ്ഗാഹാവോ? അത് ഈദ്ഗാഹാവൂല. അവിടെ നമ്മൾ ചിന്തിക്കണം. നിസ്കാരത്തിന് സ്ഥലം തെരഞ്ഞെടുക്കുന്നിടത്ത് പണ്ഡിതന്മാർ പരിഗണിക്കാൻ പറഞ്ഞ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള സ്ഥലം പള്ളി. ആ പള്ളിയിൽ തന്നെ പരിഗണിക്കുമ്പം കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പള്ളിക്ക്
കുറഞ്ഞ ആള് പങ്കെടുക്കുന്ന പള്ളിയേക്കാൾ മഹത്വമുണ്ട്. അത് പറഞ്ഞിടത്ത് തന്നെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ കുറഞ്ഞ ആളുകൾ പങ്കെടുക്കുന്ന പള്ളി, ആ പള്ളി നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്ഥലവും അതിന്റെ കാശുമാണ് ഏറ്റവും ശുദ്ധമായത് എങ്കിൽ ആ ശുദ്ധമായ പണം കൊണ്ട് നിർമ്മിച്ച കുറഞ്ഞ ആള് പങ്കെടുക്കുന്ന പള്ളിയാണ് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പള്ളിയേക്കാൾ ഉത്തമമായിട്ടുള്ളത്. നിസ്കാരത്തിന് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുക, അന്യമതസ്ഥർക്കു കൂടി അവകാശപ്പെട്ട സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുക, ഗവൺമെന്റിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുക പോലുള്ളവ നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. വല്ല സമ്മേളനവും കാര്യമൊക്കെ നടത്തുമ്പോൾ എല്ലാവർക്കും പള്ളിയിൽ പോയി നിസ്കരിച്ചു വരുമ്പോഴേക്ക് സമയം നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഘട്ടത്തിൽ നമുക്ക് നിസ്കരിക്കാം. അല്ലാതെ നിസ്കാരത്തിന് വേണ്ടി പള്ളി അടച്ചുപൂട്ടി ഇറങ്ങിപ്പോകാൻ പറ്റിയ ഒന്നല്ല. ഈദ്ഗാഹ് എന്ന പേരിൽ ഗവൺമെന്റിനോട് യാചിച്ചോ മറ്റു മതസ്ഥരോട് കൈകാണിച്ചോ ഇങ്ങനെ എരന്നു വാങ്ങുന്ന സ്ഥലത്ത് നിസ്കരിക്കുന്നത് അത് ഈദ്ഗാഹല്ല. അത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വംഗത്വമാണ്. പഞ്ചസാരയുടെ ചാക്കിൽ കുരുമുളക് എന്ന് എഴുതും പോലെ ഒരു ബോർഡ് വെച്ചതുകൊണ്ട് അത് ഈദ്ഗാഹാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ പരിപാടി അതൊരു പ്രദർശനമാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോയി പത്രക്കാരുടെയും മീഡിയക്കാരെയും മുമ്പിൽ സമർപ്പിച്ച് അത് മീഡിയയിലൂടെ പ്രദർശിപ്പിച്ച് ഇവരുടെ പാർട്ടി വളർത്താനുള്ളൊരു ഏർപ്പാട്. ഇതിലൂടെ പാരിത്രിക വിജയം കിട്ടുകയില്ല. അത് ലഭിക്കേണ്ട ആളുകൾ അത് അഫ്ലഹമൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ, മതം പഠിപ്പിച്ച രീതിയിലുള്ള ഈ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. പിന്നെ ചില രാഷ്ട്രങ്ങളിൽ ചില മദ്ഹബുകളുടെ വീക്ഷണമനുസരിച്ച് ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ എല്ലാ മഹല്ലത്തിൽ നിന്നുള്ള ആളുകൾ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ചുകൂടി പെരുന്നാൾ നിസ്കരിക്കുന്ന ശീലമുണ്ട്. അവരാണ് വലിയ ഈദ്ഗാഹ് നിർമ്മിച്ച് സംരക്ഷിച്ചു വരുന്നത്. ചില അറബ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ കാണാം. ഭരണാധികാരി അവിടെ നേതൃത്വം കൊടുക്കും, എല്ലാവരും അവിടെ വരും. അതും ഈ രീതിയിലുള്ള ഈദ്ഗാഹാണ്. കേരളത്തിൽ അങ്ങനെയുള്ള ഈദ്ഗാഹ് ഇല്ല. അതുകൊണ്ട് അവിടേക്ക് ഈദ്ഗാഹിൽ പോയി നബിതങ്ങളുടെ സുന്നത്തെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുകയില്ല എന്നുകൂടി നമ്മൾ അനുസ്മരിക്കുക. പിന്നെ ഒരുപാട് ദൂർത്ത് പള്ളികളൊക്കെ അടച്ചിട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പന്തല് കെട്ടി ഒരു ദൂർത്ത് നടത്തുന്ന മുസ്ലിം മഹല്ലത്തുകളിൽ ഭിന്നതയുണ്ടാക്കുന്ന ഇന്നത്തെ ഈദ്ഗാഹ് അത് അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പെരുന്നാൾ നിസ്കാരവും കൂടി നിർവഹിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ വിശുദ്ധി കൈവരിക്കണം. നിങ്ങൾ ആലോചിക്കുക, പെരുന്നാൾ നിസ്കാരം സവിശേഷകരമായൊരു നിസ്കാരമാണ്. ചില സ്ത്രീകളെങ്കിലും അത് എനിക്ക് നിസ്കരിക്കാൻ കഴിയാത്ത എന്തോ ഒരു വലിയ നിസ്കാരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നവരുണ്ട്. പണ്ടൊരാൾ പറഞ്ഞ മാതിരി ഞാൻ പള്ളി പോകാത്തത് പടച്ചോനെ പേടിച്ചിട്ടാന്ന് പറഞ്ഞു. കാരണം എന്നൊക്കെ പള്ളി കണ്ട അള്ളാ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ടോ വരാതൊക്കെയാണ് എന്ന മാതിരി വലിയൊരു സംഗതിയാന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാതിരിക്കണ്ട. പെണ്ണുങ്ങൾക്ക്